അഹമ്മദാബാദ് വിമാനാപകടത്തിൽ എയർ ഇന്ത്യക്കെതിരെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ധനസഹായം കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ആരോപണം. എന്നാൽ സാധാരണ രീതിയിലുള്ള നടപടിക്രമങ്ങൾ മാത്രമെന്നാണ് എയർ ഇന്ത്യയുടെ പ്രതികരണം. അജീഷ് ജയകുമാർ ഡൽഹിയിൽ ചേർന്നു. അജീഷ്, ഇൻഷുറൻസിന് പുറമെ നഷ്ടപരിഹാരം അടക്കം അന്ന് എയർ ഇന്ത്യ പ്രഖ്യാപിച്ചതാണ്. ഇതെല്ലാം വെറും ഇമേജ് ബിൽഡിംഗ് മാത്രമായിരുന്നു. എന്താണ് ഈ ആരോപണത്തിന്റെയൊക്കെ പശ്ചാത്തലം? സുഹൈലെ, എന്തായാലും ഈ വിമാന അപകടം നടന്നതിന് പിന്നാലെ തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപയായിരുന്നു എയർ ഇന്ത്യ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നത്. അതിനുശേഷം ഈ പലരുടെയും കുടുംബാംഗങ്ങൾ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഈ നഷ്ടപരിഹാരം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനിടയിലാണ് പുതിയൊരു വിവാദം ഉണ്ടാവുന്നത്. അതായത് ഈ യു കെ പൗരന്മാരും ഈ അപകടത്തിൽ മരിച്ചിരുന്നു. അതിൽ ആ യു കെ പൗരന്മാരും ഒപ്പം തന്നെ യു കെയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരും അവർ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടാൻ അവരുടെ ഒരു UK ബേസ്ഡ് നിയമ കമ്പനിയായിട്ടുള്ള സ്റ്റുവാർട്ട് കമ്പനിയെ ലോ ഫേമാണ് ആ കമ്പനിയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അവർ അഹമ്മദാബാദിലുള്ള മറ്റൊരു നിയമ കമ്പനിയുമായി ചേർന്നാണ് ഈ കേസ് നടത്തുന്നത്. അങ്ങനെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴാണ് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ കുടുംബാംഗങ്ങൾക്ക് ചില മെയിലുകൾക്ക് അടക്കം ലഭിച്ചത്. അതായത് നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചോദ്യാവലിയൊക്കെ അത് പൂരിപ്പിച്ച് അയക്കണം, മാത്രമല്ല ചില രേഖകളിൽ ഫോമുകളിൽ അത് ഒപ്പിട്ട് നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ചോദ്യാവലിയിൽ നിങ്ങൾ ഈ മരിച്ച ഇരയുടെ ഏത് തരത്തിലുള്ള ബന്ധത്തിൽപ്പെട്ട ആളാണ്, ഈ നിങ്ങളുടെ ഇരയുടെ വരുമാനം എത്രയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഇതെല്ലാം പൂരിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാര തുക കിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെ തുടർന്നാണ് ഇവരിപ്പോൾ ഇതൊരു വലിയൊരു വിവാദമായത്. എന്തായാലും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു വിശദീകരണം എന്നത് അത്തരത്തിൽ നഷ്ടപരിഹാര തുക കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു നടപടിയും എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. നിലവിൽ 47 പേർക്ക് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുക നൽകിയിട്ടുണ്ട്. 55 പേരുടെ രേഖകൾ അത് പരിശോധിച്ച് വരികയാണ്. സാധാരണയായി ഇതേപോലെ വിമാനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ ചെയ്യുന്ന സാധാരണ നടപടിക്രമങ്ങൾ മാത്രമാണ് തങ്ങളും ചെയ്തിട്ടുള്ളത് എന്നാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു വിശദീകരണം ഉണ്ടാകുന്നത്. എന്തായാലും അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ മരിച്ചവരുടെ ഈ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറയുന്നത്. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ വിയോഗം ആ കുടുംബത്തിനുണ്ടാക്കുന്ന വിടവ് അതൊന്നും ഒരിക്കലും ആകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെയെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ ഇത്തിരി ഇന്ധനമാകുന്നത് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരമായിരിക്കും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കാൻ ഉതകുന്നതായിരിക്കും നഷ്ടപരിഹാരം. ഇതിലടക്കം ഒരു വലിയ പിടിയാണ് എയർ ഇന്ത്യ പിടിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇമേജ് ബിൽഡിങ്ങിന്റെ പേരിലായിരുന്നോ ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെന്നടക്കമുള്ള ആരോപണങ്ങൾ കൂടി ഉയരുന്നു. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.